وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. إن الذين يحادون الله ورسوله أولئك في الأذلين. كتب الله لأغلبن أنا ورسلي إن الله قوي عزيز. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 58-ാം അധ്യായമായ സൂറത്തുൽ മുജാദലയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുജാദിലയിലെ 16 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സോട് കൂടെ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുജാദില അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മുനാഫിക്കുകളാകുന്ന ആളുകളുടെ ചില നിലപാടുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു കോപിച്ചിട്ടുള്ള ജനതയോട്, അഥവാ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയരായവരാണ് യഹൂദികൾ എന്ന് നമുക്കറിയാം. ആ യഹൂദികളുമായി എല്ലാ നിലക്കും മൈത്രി ബന്ധവും സ്നേഹബന്ധവും വെച്ച് പുലർത്തുകയും മുസ്ലിമീങ്ങൾക്കെതിരെ ഗൂഢാലോചനകളിൽ പങ്കാളികളാവുകയും അങ്ങനെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും അവരെ പരാജയപ്പെടുത്തുവാനും യഹൂദികളുമായി ഒന്നിച്ചു നിൽക്കുന്ന കപടന്മാരാകുന്ന ആളുകളുടെ നിലപാടുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. അവർ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നൊക്കെ അവർ ശപഥം ചെയ്യുമെന്നും ആ ശപഥം വ്യാജമാണെന്നും അത്തരം മുനാഫിക്കുകളാകുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്നും വേദനാജനകമായ അപമാനകരമായ ശിക്ഷയുണ്ടെന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ട് ശക്തമായ താക്കീതാണത്. മുനാഫിക്കുകളാകുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് ചെയ്തുകൊണ്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ് ആ മുനാഫിക്കുകളെ കുറിച്ച് തന്നെ. അവർക്കുള്ള താക്കീതുകൾ തന്നെയാണ് തുടർന്നുള്ള ആയത്തും. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു,
അവർക്ക് വേദനാജനകമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ശിക്ഷ ഒരിക്കലും നാളെ പരലോകത്ത് നിന്ന് അവർക്ക് സഹിക്കാൻ കഴിയില്ല. ലൻ തുഗ്നിയ അൻഹും, അവരിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഉപകരിക്കുകയില്ല തന്നെ, ഒരിക്കലും അവർക്ക് ഉപകരിക്കുകയില്ല. അംവാലുഹും, അവരുടെ സ്വത്തുക്കൾ അവർക്ക് ഉപകരിക്കുകയില്ല, അവരുടെ ധനം അവർക്ക് ഉപകരിക്കില്ല. വല ഔലാദുഹും, അവരുടെ സന്താനങ്ങളും അവർക്ക് ഉപകരിക്കുകയില്ല. മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന് ഷൈഅൻ, ഒന്നും അവർക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹു അവരോട് പറയാ, നാളെ അള്ളാഹുവിന്റെ അരികിലെത്തുമ്പോ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ സമ്പത്തുകൾക്ക് കഴിയില്ല, നിങ്ങളുടെ സന്താനങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്നൊരല്പമെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അല്പമെങ്കിലും ശാന്തിയും സമാധാനവും നേടിത്തരുവാൻ നിങ്ങളുടെ സമ്പത്തുകൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ കഴിയില്ല. ഉലൈക അസ്ഹാബുന്നാർ, ഉലൈക അക്കൂട്ടർ, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളാണവർ. അവർ നരകത്തിലാണ്, നരകത്തിന്റെ ആളുകളാണ് ആ മുനാഫിഖുകൾ. ഹും ഫിഹാ, ആ നരകത്തിൽ അവർ ഖാലിദൂൻ, നിത്യവാസികളുമാണ്. അപ്പൊ അവരുടെ സ്വത്തുക്കളോ അവരുടെ സന്താനങ്ങളോ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും പരിഹരിക്കുന്നതേ അല്ല. അള്ളാഹു അവർക്ക് ശക്തമായ വേദനാജനകമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചത്. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ അവരുടെ സന്താനങ്ങൾക്കോ അവരുടെ സ്വത്തുക്കൾക്കോ കഴിയുകയില്ല. അവർ നരകത്തിന്റെ ആളുകളാണ്, ആ നരകത്തിൽ അവർ നിത്യവാസികളാണ്, ആ നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും കഴിയില്ല എന്ന് അള്ളാഹു താക്കീത് നൽകുന്നു. തുടർന്ന് യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും വയഹ്സബൂന അന്നഹും അലാ ശൈഅ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. യൗമ, ദിവസത്തിൽ, യബ്അസുഹും, അവരെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, അവരെ പുനർജീവിപ്പിക്കുന്ന ദിവസം. ആര്? അള്ളാഹു അവരെ പുനർജീവിപ്പിക്കും. ജമീഅൻ, അവരെല്ലാവരെയും, ഒരാൾ പോലും ഒഴിയാതെ സർവ്വ ആളുകളെയും റഹ്മാനായ റബ്ബ് പുനർജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും, ഫയഹ്ലിഫൂന, അപ്പോൾ അവർ ശപഥം ചെയ്യും, സത്യം ചെയ്യും, ലഹു, അവനോട്, അള്ളാഹുവിനോട് അവർ ശപഥം ചെയ്യും, അള്ളാഹുവിനോടും അവർ സത്യം ചെയ്യും. ഏതുപോലെ? കമാ യഹ്ലിഫൂൻ, ഫയഹ്ലിഫൂന, അവർ സത്യം ചെയ്യും, ലഹു, അള്ളാഹുവിനോട്, കമാ യഹ്ലിഫൂന, അവർ സത്യം ചെയ്തതുപോലെ, ശപഥം ചെയ്തതുപോലെ, ലക്കും, നിങ്ങളോട് അവർ സത്യം ചെയ്തിരുന്നുവല്ലോ, അതേപോലെ റഹ്മാനായ റബ്ബിനോടും. നാളെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം അവർ അള്ളാഹുവിനോടും സത്യം ചെയ്യുന്നതാണ്, നിങ്ങളോട് സത്യം ചെയ്തതുപോലെ. വയഹ്സബൂന അന്നഹും അലാ ശൈഅ, വയഹ്സബൂന, അവർ കണക്കാക്കുകയും ചെയ്യും, അന്നഹും, തീർച്ചയായും അവർ അലാ ശൈഇൻ, ഏതെങ്കിലും ഒന്നിലാണ് എന്ന് അവർ കണക്കാക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ രക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ കള്ളസത്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്ന് അവരെന്ത് ചെയ്യും? അവർ വിചാരിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹു പറയാ, അറിയുക, ഇന്നഹും, തീർച്ചയായും അവർ തന്നെ, അൽ കാദിബൂൻ, അവര് കള്ളന്മാരാണ്, കള്ളവാദികളാകുന്നു അവർ, നുണയന്മാരാണവർ. നിങ്ങളോട് സത്യം ചെയ്തത് അതും കളവാണ്. നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കളവ് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാം എന്നതാണ് അവരുടെ വ്യാമോഹം. അത് നടക്കാൻ പോകുന്നില്ല. ഇന്നഹും ഹുമുൽ കാദിബൂൻ, തങ്ങളൊരു കാര്യത്തിലാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യും. അറിഞ്ഞേക്കുക, തീർച്ചയായും അവർ തന്നെ കളവ് പറയുന്നവർ. അപ്പോൾ അവർ അവിടെ കളവ് പറയും. ആ കളവ് പറഞ്ഞാലും അവർക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം ആ കളവ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അള്ളാഹുവിനെ കണ്ണുവെട്ടിക്കാൻ കഴിയും, അതൊക്കെയാണ് അവരുടെ വിചാരം. അറിയണം, ഇന്നഹും ഹുമുൽ കാദിബു, കള്ളന്മാരാണവർ, കളവ് പറയുന്നവരാണവർ, അവർ തനി വ്യാജവാദികളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ്. കപടന്മാരാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ, അങ്ങനെ ഒരു വിചാരം, കള്ളസത്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് അവർ വിചാരിക്കുന്നത് പോലെ തന്നെ മുശ്രിക്കുകളാകുന്ന ആളുകൾ, മുശ്രിക്കുകളാകുന്ന അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുള്ള ആളുകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. അല്ലാഹ് പറഞ്ഞില്ലേ, വയൗമ നഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും നാം അവിടെ ഒരുമിച്ച് കൂട്ടും. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ അയ്ന ശുറകാഉകും അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് വാദിച്ചിരുന്ന പങ്കാളികൾ എവിടെ
എന്ന് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയുന്നത്. അള്ളാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മുശ്രിക്കീങ്ങളോട് അള്ളാഹു ചോദിക്കും, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച, അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളെയും ഔലിയാക്കളെയും ബീവിമാരെയും ബാവമാരെയും അമ്മമാരെയും ഒക്കെ, സൂര്യനെയും നക്ഷത്രങ്ങളെയും മരങ്ങളെയും കല്ലുകളെയും ഒക്കെ ആരാധിച്ച, അതിന് നേർച്ച വഴിപാടുകൾ കൊടുത്ത ആ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് റബ്ബ് ചോദിക്കുന്നുണ്ട്, അയിന ശുറകാഉകുമുല്ലതീ കുൻതും തസ്ഉമൂൻ, നിങ്ങൾ വാദിച്ചിരുന്നുവല്ലോ ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമല്ല, അതിന്റെ തദ്ബീറുള്ളത്, അതിന്റെ മുദബ്ബിർ മറ്റു പലരുമാണ് എന്നതായിരുന്നല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണല്ലോ നിങ്ങൾ മറ്റു പലരെയും നിങ്ങൾ ആരാധിച്ചത്. അതുകൊണ്ട് എവിടെ നിങ്ങളുടെ ശുറകാകൾ, നിങ്ങൾ വാദിച്ചിരുന്ന ആ പങ്കാളികൾ എവിടെ എന്ന് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കും. ആ സമയത്ത് അവർ അള്ളാഹുവിനോട് പറയുന്ന ഒരു സത്യം അള്ളാഹു തആല പറയുന്നുണ്ട്. എന്താണ്? അവര് പറയും, വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, റബ്ബിന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാ കുന്നാ മുശ്രികീൻ, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ ആയിരുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് ആര് പറയും? മുശ്രിക്കുകളാകുന്ന ആളുകൾ അവിടെ പറയും. അത് പച്ചക്കള്ളമാണ്, കള്ളസത്യമാണത്. അതേ പ്രകാരം ഈ മുനാഫിക്കുകളാകുന്ന ആളുകളും പറയും, ഞങ്ങൾ യഹൂദികളോട് കൂട്ടുകൂടിയിട്ടില്ല, അവരെ ഞങ്ങൾ ആത്മമിത്രങ്ങളാക്കിയിട്ടില്ല, മുസ്ലിമീങ്ങളെ ഞങ്ങൾ ഒറ്റുകൊടുത്തിട്ടില്ല, അവരെ ഞങ്ങൾ പരിഹസിക്കാൻ കൂട്ടുനിന്നിട്ടില്ല. ഈ നിലക്ക് അവരും ഒരു കള്ളസത്യം പറയാൻ ശ്രമിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവര് പറയുന്നത് കള്ളം മാത്രമാകുന്നു, ഹുമുൽ കാദിബൂൻ, അവർ കളവ് പറയുന്നവരാണ് എന്ന് പറഞ്ഞു. തുടർന്ന് 19-ാമത്തെ ആയത്തിൽ എന്താണ് അവർക്ക് ഇതുകൊണ്ട് നേടാൻ കഴിഞ്ഞത്? ഇങ്ങനെ യഹൂദികളെ അവരുടെ ആത്മമിത്രങ്ങളാക്കി, അവർക്ക് മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ചോർത്തിക്കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ഈ മുനാഫിക്കുകൾ ചെയ്യാനുള്ള കാരണം എന്താണ്? അതാണ് അല്ലാഹു തആല 19-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാനു ഫഅൻസാഹും ദിക്റല്ലാഹ്. ഇസ്തഹ്വദ അലൈഹിം, അവരിൽ ജയിച്ചടക്കി വെച്ചു, അവരിൽ ജയിച്ചടക്കി വെച്ചിരിക്കുകയാണ് ആര്? അശ്ശൈത്വാനു, പിശാജ്. ഇസ്തഹ്വദ, അധികാരം നടത്തി അല്ലെങ്കിൽ ജയിച്ചടക്കി വെച്ചിരിക്കുകയാണ് ആര്? അശ്ശൈത്വാനു, പിശാജ്. പിശാജ് അവരെ നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങൾ തന്നെയാണ് മഹാന്മാർ, നിങ്ങളെ അതിജയിക്കാനൊന്നും വേറൊരു കൂട്ടർക്കും കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ വലുതാക്കി വെച്ചിരിക്കുകയാണ് ആര്? പിശാജ്. അതാണ് അള്ളാഹു പറയുന്നത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, പിശാജ് അവരെ ജയിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിശാജ് അവരുടെ ഏറ്റവും വലിയ മിത്രമായി മാറിയപ്പോ, ആ പിശാജിന്റെ കാൽപ്പാടിനനുസരിച്ചു കൊണ്ട് അവർ തുള്ളാൻ നിന്നപ്പോ എന്ത് സംഭവിച്ചു? ഫഅൻസാഹും ദിക്റല്ലാഹ്, ഫഅൻസാഹും, അങ്ങനെ അവർ മറപ്പിച്ചു കളഞ്ഞു. ആ പിശാജ് അവരെ മറപ്പിച്ചു കളഞ്ഞു. ദിക്റല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവരെ മറപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അവരോട് പറഞ്ഞ കാര്യങ്ങൾ, റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നതിൽ നിന്നെല്ലാം ആ പിശാജ് അവരെ പൂർണ്ണമായും മറപ്പിച്ചു കളഞ്ഞു. ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയെ ആ പിശാജ് അവരെ മറപ്പിച്ചു കളഞ്ഞു. ഉലൈക, അക്കൂട്ടർ, ഹിസ്ബുശ് ശൈത്വാൻ, പിശാജിന്റെ കക്ഷിയാണ്, പിശാജിന്റെ കക്ഷിയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഹിസ്ബ്, കക്ഷികൾ, ഷൈത്വാൻ, പിശാജ്, ഹിസ്ബുശ് ശൈത്വാൻ, പിശാജിന്റെ കക്ഷിയാണ്. അല, അറിയുക, ഇന്ന ഹിസ്ബുശ് ശൈത്വാൻ, തീർച്ചയായും പിശാജിന്റെ കക്ഷി, ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കും പാടുണ്ട് കേട്ടോ. ഇതൊക്കെ മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞാണ്, അതുകൊണ്ട് ഇത് എനിക്ക് ബാധകമല്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. പിശാജ് ഏറ്റവും വലിയ ശത്രുവാണെന്നും പിശാജ് നിങ്ങളെ സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവൻ നടത്തുമെന്നും, അദുവ്വും മുബീൻ, നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രു അത് പിശാജാണ്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് പിശാചിനെ ശത്രുവായി കാണാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ലതിലേക്ക് നമ്മുടെ മനസ്സുകൾ പോകുമ്പോൾ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പിശാചിനുള്ളത്. അതിനവൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. നാം തൗഹീദ് പറയുമ്പോൾ, നാം വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, അതിനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുക? പിശാച് നടത്തുക. ഇവിടെ സലാബിൽ ക്ലാസ് നടക്കാൻ, അത് കേൾക്കാൻ ഒരു അരമണിക്കൂർ ദിവസം അല്ലെങ്കിൽ 10-20 മിനിറ്റ് അതിന് സമയം കണ്ടെത്തുമ്പോൾ പിശാച് പറയും, 20 മിനിറ്റോളം എനിക്ക് വേറെന്തെല്ലാം പണിയെടുത്തൂടെ കൂട്ടരെ, വേറെ എന്തെല്ലാം പണികളുണ്ട് എന്ന് പറഞ്ഞ് ആ നന്മയിൽ നിന്ന് നമ്മൾ മുടക്കാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമാണ് ആര് ശ്രമം നടത്തുക? പിശാച് ശ്രമം നടത്തുക. അങ്ങനെ പിശാച് നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് ആ പിശാച് അവരെ ജയിച്ചടക്കി വെച്ചാൽ,
പിശാചിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി നമ്മൾ നന്മകൾ ചെയ്യേണ്ടിടത്ത് അത് ചെയ്യാതെ വന്നാൽ എന്താ ഉണ്ടാവുക? അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് മറപ്പിച്ചു കളയും. ഖുർആൻ പഠിക്കണമെന്ന ചിന്തയുണ്ടാവുകയില്ല. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെന്ന ചിന്തയുണ്ടാവുകയില്ല. പിശാജ് നമ്മൾ ജയിച്ചടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒരിക്കലും പിശാജിന് ജയിച്ചടക്കി വെക്കാനും നമ്മൾ അവസരം കൊടുക്കരുത്. അവനെന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന ചിന്തയുണ്ടാകണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക ഹിസ്ബു ശൈത്താൻ. ആരെങ്കിലും പിശാജിന്റെ പാർട്ടി ആയി കഴിഞ്ഞാൽ, പിശാജ് അവരെ അതിജയിച്ചു വന്നാൽ അവർ പിശാജിന്റെ പാർട്ടിയാണ്. അല ഇന്ന ഹിസ്ബ ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും പിശാജിന്റെ പാർട്ടിയായാൽ, കക്ഷിയായാൽ അവർ പരാജയപ്പെട്ടവരാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് മുനാഫിഖുകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നമുക്കും എന്താണ് ഇതിൽ വലിയ സന്ദേശങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ പിശാജിന്റെ പാർട്ടിക്കാരാകാൻ പാടില്ല. പിശാജിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നവരാകരുത്. പിശാജ് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന കൃത്യമായ ബോധമുണ്ടാകണം. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുന്നത്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് നാം അഭയം തേടുന്നത് അത് ഏറെ ഗൗരവത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും നമ്മെ അവൻ ജയിച്ചടക്കി വാഴാതിരിക്കുവാനും അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം പോകാതിരിക്കുവാനും, അങ്ങനെ അള്ളാഹുവിനിൽ നിന്ന് നമ്മെ മറപ്പിച്ചു കളയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഏറെ ഗൗരവത്തോടുകൂടെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് പിന്തിരിയാൻ വിശ്വാസികൾക്ക് കഴിയണമെന്ന മഹത്തായ പാഠവും കൂടി 19ാമത്തെ ആയത്ത് നൽകുന്നുണ്ട്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, 5ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. എന്താ 5ാമത്തെ ആയത്തിൽ പറഞ്ഞത്? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും കിടമത്സരം നടത്തുന്നവർ, അവരുടെ മുമ്പ് വഷളാക്കപ്പെട്ട ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകനോടും അള്ളാഹുവിനോടും മത്സരിച്ചപ്പോ ദുനിയാവിൽ നിന്ന് തന്നെ വഷളാക്കപ്പെട്ടവർ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ആ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ആ ലക്ഷ്യങ്ങൾ സ്വീകരിക്കാത്തവർക്ക് ശക്തമായ വഷളാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് നിന്ദ്യമായ അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ 5ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ അല്ലാഹു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് 20ാമത്തെ ആയത്തിൽ. 5ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ ഇവിടെ ആവർത്തിക്കുന്നു. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂല, ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം, യുഹാദ്ദൂന അല്ലാഹ് അല്ലാഹുവിനോട് കിടമത്സരം നടത്തുന്നവർ, വറസൂലഹു അല്ലാഹുവിന്റെ റസൂലിനോടും കിടമത്സരം നടത്തുന്നവർ. അവിടെ വേദനാജനകമായ നിന്ദ്യമായ ശിക്ഷയുണ്ട് അവർക്ക് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇവിടെയോ ഉലൈക അക്കൂട്ടർ ഫിൽ അദല്ലീൻ, ഏറ്റവും നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അതല്ല, ഏറ്റവും നിസാരക്കാർ, ഏറ്റവും നിസാര നിന്ദ്യമായവരിലായിരിക്കും ആ കൂട്ടരാകുന്ന ആളുകൾ ഉണ്ടാവുക. ആര്? അള്ളാഹുവിനോടും റസൂലിനോടും കിടമത്സരം നടത്തിയവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയും നമ്മൾ സൂചിപ്പിച്ചു, ഒരിക്കലും അള്ളാഹിനോട് മത്സരിക്കാൻ നിൽക്കരുത്, അള്ളാഹിന്റെ റസൂലിനോട് മത്സരിക്കാൻ നിൽക്കരുത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, ഇത് സമ്പാദിക്കരുത്, അത് തെറ്റാണ്, ഇതാണ് ശരി, സ്വർഗത്തിലേക്കുള്ള മാർഗം ഇതാണ്, അതിലൂടെ പോകരുത് എന്നൊക്കെ പറയുമ്പോ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കാൻ നിന്നാൽ ഫിൽ അദല്ലീൻ, അവർ ഏറ്റവും നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അവരെ അള്ളാഹു വഷളാക്കും എന്ന് പറഞ്ഞില്ലേ? മുൻകഴിഞ്ഞു പോയ പലർക്കും ഈ അനുഭവങ്ങളുണ്ട്. അത്തരം ആളുകൾ വഷളാക്കപ്പെടും. അതേ പ്രകാരം അവർ ഏറ്റവും വലിയ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. തൽക്കാലം കുറച്ച് ദിവസമൊക്കെ അള്ളാഹി റസൂലിനൊക്കെ ചീത്ത പറഞ്ഞ് പരിഹസിച്ച് അവഹേളിച്ച്, അതല്ലെങ്കിൽ അവരെയൊക്കെ അവരുടെ കൽപ്പനകളൊക്കെ കുറച്ച് സ്വീകരിച്ച് കുറെ സ്വീകരിക്കാതെ അവരൊക്കെ ജീവിച്ചാൽ കുറച്ചൊക്കെ ജനങ്ങളുടെ മുമ്പിലൊക്കെ ചിലപ്പോ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ കിട്ടിയേക്കാം. അള്ളാഹു പറയാ അവർ ഏറ്റവും നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു തആല പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. 21ാമത്തെ ആയത്ത് 20ാമത്തെ ആയത്ത് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. എന്നാൽ 21ാമത്തെ ആയത്ത് വിശ്വാസികൾക്ക് സാന്ത്വനം നൽകുന്ന വല്ലാത്തൊരായത്തുമാണ്. അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത്? തീർച്ചയായും ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, ഞാൻ വിജയം നേടും. വറുസുലി എന്റെ റസൂലുകളും, ഞാനും എന്റെ റസൂലുകളും തന്നെയാണ് വിജയിക്കുക എന്ന കാര്യം അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു രേഖപ്പെടുത്തി വച്ചതാണ്. അതിലൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്,
തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ശക്തമാനാണ്, പ്രതാപശാലിയാണ്. അത് വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന വാചകമാണ്. ആര് നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമം നടത്തിയാലും, എന്ത് തന്നെ ശ്രമങ്ങൾ നടത്തിയാലും നമുക്കാരുമില്ലല്ലോ എന്നൊരു വേദന വിശ്വാസികൾക്ക് വേണ്ട. നിരാശപ്പെടേണ്ടവരല്ല നമ്മൾ, ഉൾവലിഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ. ഇങ്ങനെയൊക്കെ ഒച്ചയും ബഹളവും ഉണ്ടാകുമ്പോൾ ദഅവത്തിൽ നിന്ന്, പ്രബോധനങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളിൽ നിന്ന്, അത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിച്ച് മാറി നിൽക്കേണ്ടവരല്ലേ നമ്മൾ. കാരണം എന്തുകൊണ്ട്? ആത്യന്തികമായി അവസാന വിജയം അള്ളാഹുവിനും അവന്റെ റസൂലിനും അവന്റെ മതത്തിനും വിശ്വാസികൾക്കും തന്നെയാണ് ഉണ്ടാവുക. അതിലൊരു തർക്കവുമില്ല. അത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന ആശ്വാസത്തിന്റെ വാചകം. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. നിശ്ചയമായും ഞാനും എന്റെ റസൂലുകൾ തന്നെ വിജയം നേടും എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. അതിലൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. തീർച്ചയായും അള്ളാഹുവാണ് ഏറ്റവും ശക്തൻ. അള്ളാഹുവിന്റെ ആ ശക്തിക്ക് മുൻപിൽ, റഹ്മാനായ റബ്ബിന്റെ ശക്തിക്ക് മുമ്പിൽ മറ്റെല്ലാവരും കീഴൊതുങ്ങേണ്ടി വരും, എല്ലാവരും പരാജയപ്പെടേണ്ടി വരും. അസീസുൻ, അവൻ പ്രതാപശാലിയുമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ആയത്ത് സൂറത്തുൽ മുജാദിലയുടെ ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികളാകുന്ന ആളുകളുടെ, അള്ളാഹുവിന്റെ കക്ഷികളുടെ സ്വഭാവം എന്താണ്? ഒരിക്കലും ഷെയ്ത്താന്റെ കക്ഷിയാകരുത്, ആ ഷെയ്ത്താന്റെ കാൽപ്പാടിനോട് പിന്തുടരരുത്, നിങ്ങൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ താക്കീത് നൽകി. എന്നാൽ സത്യവിശ്വാസികളുടെ, അള്ളാഹുവിന്റെ കക്ഷികളാകുന്ന ആളുകളുടെ ലക്ഷണങ്ങളും അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും വിവരിച്ചുകൊണ്ടാണ് സൂറത്തുൽ മുജാദില അവസാനിക്കുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ലാ തജിദു ഖൗമാ, നീ കണ്ടെത്തുകയില്ല, ഖൗമൻ ഒരു ജനതയെ നീ കണ്ടെത്തുകയില്ല. യുഅ്മിനൂന, എന്താണ് ആ ജനതയുടെ പ്രത്യേകത? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്ന ജനതയാണത്. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും അവർക്ക് വിശ്വാസമുണ്ട്. മരണം, ആ മരണാനന്തര ജീവിതം, നാളെ ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറ, ആ മഹ്ശറ വൻസഭയിലുള്ള നൃത്തം, അവിടെയുള്ള വിചാരണ, സ്വർഗം നരകം, എല്ലാത്തിലും കൃത്യമായി വിശ്വസിക്കുന്ന ഒരു ജനത. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല. യുവാദ്ദൂന, അവർ സ്നേഹബന്ധം പുലർത്തുന്നതായി, മൻ ഹാദ്ദ, മത്സരം കാണിക്കുന്നവരായി, അല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത, ഒരു സമൂഹം. നമ്മെക്കുറിച്ചാണ് അല്ലാഹു തആല അത് പറയുന്നത്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിലും അവന്റെ അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരം കാണിക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നതായി നീ കണ്ടെത്തുകയില്ല. അവരോട്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മാത്സര്യം കാണിക്കുന്ന, അവരെ തോൽപ്പിക്കാനും അവരെ ഇകഴ്ത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ആളുമായും ഇത്തരം ആളുകൾക്ക്, വിശ്വാസികൾക്ക് എന്തുണ്ടാവുകയില്ല? ഒരു ആത്മബന്ധം ഉണ്ടാവുകയില്ല. എന്നിട്ടോ അല്ലാഹു തആല പറയാ, വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അള്ളാഹുവിനോട് കിടമത്സരം നടത്തുന്ന ആ ആളുകൾ, വലൗ കാനൂ, അവരായിരുന്നാലും, ആബാഅഹും, തങ്ങളുടെ പിതാക്കളാണ് മറുഭാഗത്തുള്ളത്, അവർ അള്ളാഹുവിനെ പരിഹസിക്കുന്നവരാണ്, അള്ളാഹുവിനെ ചീത്ത പറയുന്നവരാണ്, അള്ളാഹ് ഇല്ലെന്ന് പറയുന്നവരാണ്, അവർ തങ്ങളുടെ മാതാപിതാക്കളാണ്. ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും മത്സരിക്കുന്നവർ ആരാണ്? അബ്നാഅഹും, അവരുടെ സന്താനങ്ങളാണ്. ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന്മാരാണ്. ഔ അശീറതഹും, അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളാണ്. എന്നാൽ പോലും മറുഭാഗത്തുള്ളത് തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഒരാൾ പരിഹസിച്ചാൽ, അവരോട് കിടമത്സരം നടത്താൻ ഒരാൾ നിന്നാൽ, അവനുമായി മൈത്രി ബന്ധം ഒരിക്കലും ഇവർ സ്ഥാപിക്കുകയില്ല, സ്നേഹബന്ധം ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഒരു നിലക്കുള്ള ബന്ധം ഉണ്ടാവുകയില്ല എന്നല്ല. അത്തരം ആളുകളെ സ്നേഹിക്കാൻ പാടില്ല എന്നോ അവരുമായി സൗഹൃദം പാലിക്കാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് അവരെ ഏറ്റവും വലിയ ആത്മമിത്രങ്ങളായി കൊണ്ട് നടക്കാൻ പാടില്ല. കാരണം അവരെ വിശ്വസിക്കാൻ കൊള്ളാത്ത സമൂഹമാണ്, വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ട് ആ ഒരു നിലക്ക് മാത്രമേ അവരോട് ഈ ആളുകൾ നിലപാട് എടുക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്.
തുടർന്ന് അല്ലാഹു പറയുന്നു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. ഉലൈക അക്കൂട്ടർ കതബ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഈമാന സത്യവിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് എന്ത്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഈ ഒരു വൈരവും ഈ ആത്മബന്ധം പുലർത്തുകയില്ല എന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നത്. അത് ആദർശപരമാണ്, ഒരിക്കലും വ്യക്തിപരമല്ല, കുടുംബപരമല്ല, മറിച്ച് അത് ആദർശബന്ധമാണ്. കാരണം അവർ നമ്മുടെ അള്ളാഹുവിനെ ചീത്ത പറയുമ്പോൾ, അവർ നമ്മുടെ ആദർശത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അത്തരം ആളുകളുമായി ഒരു മൈത്രി ബന്ധം ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അക്കൂട്ടർ കതബ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സുകളിൽ അൽ ഈമാൻ സത്യവിശ്വാസം അല്ലാഹു ഊട്ടി ഉറപ്പിച്ചതാണ്. സത്യവിശ്വാസം അല്ലാഹു രേഖപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു നിലപാടുണ്ടാവുകയുള്ളൂ എന്നർത്ഥം. വഅയ്യദഹും അവരെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ബിറൂഹിൻ ഒരു ആത്മാവ് കൊണ്ട്, മിൻഹും അവന്റെ വക്കലിൽ നിന്നുള്ള ഒരു ആത്മാവ് കൊണ്ട് അവൻ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഒരു ആത്മാവ് കൊണ്ട് അവൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു. ആരുമായി മൈത്രി ബന്ധം സ്ഥാപിക്കാത്തവർക്ക്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒരാൾ മത്സരിക്കാൻ വന്നാൽ, നമ്മുടെ ഇസ്ലാമിന്റെ ആദർശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വിഭാഗം വരുമ്പോ അവരുമായി ഒരു മൈത്രി ബന്ധവും എനിക്കില്ല. കാരണം അവർ ശത്രുക്കളാണ്. മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ മാത്രമല്ല, അവർ രാജ്യത്തിന്റെ ശത്രുക്കളായി അവരെ കാണണം. അവരുമായി ഒരു മൈത്രി ബന്ധവും നമുക്ക് പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്ക് അല്ലാഹു തആല ശക്തി നൽകും, അവർക്ക് അല്ലാഹു ബലം നൽകും. നമ്മൾ ബേജാറാകേണ്ടതില്ല. പിന്നെ വയുദ്ഖിൽഹും അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞത് ദുന്യവിയായ ജീവിതത്തിൽ തന്നെ അള്ളാഹുവിന്റെ ശക്തി ഉണ്ടാകും. ഇനിയോ നാളെ പരലോകത്ത് വയുദ്ഖിൽഹും അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ജന്നാത്തിൻ സ്വർഗങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹാ അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്നു അൽ അൻഹാറു അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഖാലിദീന ഫീഹാ അതിൽ നിത്യവാസികളായ നിലയിൽ. അപ്പൊ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർ, ആ ശത്രുത പ്രഖ്യാപിച്ചവർ, ആ നിലക്ക് പെരുമാറുന്ന ആളുകളുമായി ഒരു മൈത്രി ബന്ധവും പാടില്ല. എങ്കിൽ ദുനിയാവിൽ അല്ലാഹു തആലയുടെ എല്ലാവിധ ശക്തിയും നമുക്ക് ലഭ്യമാകും. അതോടുകൂടെ നാളെ പരലോകത്ത് അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. ഒന്നുകൂടി റളിയല്ലാഹ്, വല്ലാത്തൊരു വാചകാണത്. റളിയല്ലാഹ് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹും അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വറളു അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹു ആ അല്ലാഹുവിനെ പറ്റി. അല്ലാഹുവിനെ അങ്ങോട്ട് തൃപ്തിപ്പെടുകയും അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത വിഭാഗമാണ് അവർ. അല്ലാഹുവേ, പാപങ്ങളായ ഞങ്ങളെ ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ഉലൈക അവർ ഹിസ്ബുല്ലാഹ് അവരാണ് അല്ലാഹുവിന്റെ കക്ഷി. അവർ അല്ലാഹുവിന്റെ കക്ഷിയാണ്. അലാ അറിയുക, ഇന്ന ഹിസ്ബല്ലാഹ് തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷി ഹും അവർ അൽ മുഫ്ലിഹൂൻ അവരാണ് വിജയിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു, അവർ അതിൽ നിത്യവാസികളാണ് എന്ന് പറഞ്ഞു, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, അവർ അല്ലാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരാണ്. അവർ ഏറ്റവും അവസാനം അല്ലാഹു പറയുന്നത് ഉലൈക ഹിസ്ബുല്ലാഹ് അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ആ അല്ലാഹുവിന്റെ പാർട്ടിയാണ് യഥാർത്ഥ വിജയിക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ പെടാൻ നമുക്ക് കഴിയണം. ആ അല്ലാഹുവിന്റെ പാർട്ടിയിൽ പെടാൻ നമുക്ക് കഴിയണം. അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അള്ളാഹു എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അള്ളാഹു ഖുർആനിലൂടെ എന്താണോ നമ്മെ ബോധ്യപ്പെടുത്തിയത് അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇന്നലകളെ കുറിച്ച് പരിശോധിക്കല്ല, കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകാം. അതൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരും. ആത്മാർത്ഥമായ പക്ഷാതാപവും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിച്ച് സ്വാലിഹൽ അഅ്മാലുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ അള്ളാഹുവിന്റെ പാർട്ടിയായി തീരാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.